ശബരിമല സ്വർണ്ണക്കൊള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് കാരണമായെന്ന CPM വിലയിരുത്തൽ. അയ്യപ്പ സംഘം വേണ്ട വിധത്തിൽ ലക്ഷ്യം കണ്ടില്ല. ന്യൂനപക്ഷ വോട്ടുകളും ഭൂരിപക്ഷ വോട്ടുകളും എതിരായി എന്നും സംശയമുണ്ട്. ഭരണത്തിനെതിരായും ജനങ്ങൾ വോട്ട് ചെയ്തുവെന്ന CPMന്റെ വിലയിരുത്തൽ. UDFന് അനുകൂലമായി വോട്ട് ഒഴുകിയതും BJP വളർച്ചയ്ക്ക് വഴിയൊരുക്കിയതും അവരുടെ മാത്രം നേട്ടം കൊണ്ടല്ലെന്ന തിരിച്ചറിവാണ് തെരഞ്ഞെടുപ്പ് ഫലം LDFന് നൽകുന്നത്. ശബരിമല യുവതീ പ്രവേശന മുറിവ് ഉണക്കിയെടുക്കാൻ വിശ്വാസികൾക്കൊപ്പം എന്ന ടാഗ്ലൈനോടെ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമം ഗുണം ചെയ്തില്ലെന്ന് മാത്രമല്ല, ന്യൂനപക്ഷ വോട്ടുകൾ അകന്നു പോകാനും കാരണമായതായാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. ഈ ജനവിധി LDF പൂർണ്ണമായും അംഗീകരിക്കുകയാണ്. ജനങ്ങളിൽ നിന്നും പഠിച്ചും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തിയും കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയും LDF മുന്നോട്ട് പോകും. ശബരിമല സ്വർണ്ണക്കൊള്ള കൂടി പുറത്തു വന്നതോടെ വിശ്വാസികളെ അടുപ്പിക്കാനുള്ള ശ്രമവും നിഷ്ഫലമായി. സ്വർണ്ണക്കൊള്ളയിൽ BJP ഗുണഭോക്താക്കളാവുകയും ചെയ്തു. സ്വർണ്ണക്കൊള്ള കേസിൽ 2 പ്രമുഖ CPM നേതാക്കൾ അറസ്റ്റിലായപ്പോൾ ഇവർക്കെതിരെ നടപടിയെടുക്കാതെ ഒഴിഞ്ഞു മാറിയതും തിരിച്ചടിയായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ മുസ്ലിം വോട്ടുകൾ ഇടതുപക്ഷത്തേക്ക് അടുപ്പിക്കാനും ലീഗിനെ ദുർബലമാക്കാനും CPIM ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു. എന്നാൽ 2 കാര്യങ്ങളും നടന്നില്ലെന്ന് മാത്രമല്ല, CPIM മുസ്ലിം പ്രീണനം നടത്തുന്നുവെന്ന ആക്ഷേപവും ഉണ്ടായി. ആവർത്തിച്ച് വർഗീയ പരാമർശങ്ങൾ നടത്തുന്ന വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രി തോളോട് ചേർത്ത് നിർത്തിയതും ന്യൂനപക്ഷ വിഭാഗങ്ങളെ പൂർണ്ണമായി ഇടതുവിരുദ്ധ പക്ഷത്താക്കി. അടുത്ത ദിവസങ്ങളിൽ ചേരുന്ന CPIM നേതൃയോഗങ്ങളും LDF യോഗവും തോൽവി വിലയിരുത്തും. മനീഷ് മഹിബാൽ, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.